എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മറ്റുള്ള എല്ലാ ഇൻഡെക്സുകളും ഉച്ചവരെ, അതായത് ഏകദേശം ഒരു മണിവരെ അല്ലെങ്കിൽ 1:30 മണിവരെ ശരിക്കും പറഞ്ഞാൽ വെറുപ്പിക്കലായിരുന്നു. ഓരോ ഓപ്ഷൻ ബയേഴ്സിനെയും വെറുപ്പിച്ചുകൊണ്ട് ഓപ്ഷൻ സെല്ലേഴ്സിനെ സുഖിപ്പിച്ചുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു ഇന്ന് ഉച്ചവരെ. എന്നാൽ രാവിലെ ഇന്ന് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുമൊക്കെ ഓപ്പൺ ചെയ്ത് തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു അല്ലേ. ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ തുടങ്ങി, പിന്നീട് അല്പം താഴെ, അതായത് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു റാലി തന്നെയായിരുന്നു. റാലി എന്നാലും പോരാ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു സൈഡ് വേ എന്ന് പറഞ്ഞാലും പോരാ, മാർക്കറ്റും ടാബും ലാപ്പൊക്കെ പൂട്ടിയിട്ട് ഓടുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. നോക്കൂ, ഈ ഒരു റേഞ്ച് ബൗണ്ടിലാണ് ഇന്ന് മാർക്കറ്റ്. എത്ര പോയിൻറ്റിനകത്താണ് ഇന്ന് ഈ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ട്രേഡായത് നിങ്ങൾ കണ്ടാൽ 60 പോയിൻ്റ് പോലും ഇല്ല. അത്രയും പോയിൻറ്റിനകത്താണ് ഇന്ന് നിഫ്റ്റി ട്രേഡായിരിക്കുന്നത്. അതിനുശേഷം 2 മണിക്ക്, കൃത്യം 2 മണിക്ക് വലിയ ഒരു ക്യാൻഡിൽ, ശരിക്കും പറഞ്ഞാൽ കുത്തബ് മിനാർ പോലെ അങ്ങോട്ട് പോയി. ഇത് 15 മിനിറ്റ് ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ തന്നെ നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ എൻഡ് 25,008 ഹൈ 25,230. എത്ര പോയിൻ്റ്? 225 പോയിൻറ്റിൻ്റെ റാലിയാണ് ഈ 15 മിനിറ്റിൽ നിഫ്റ്റി നടത്തിയത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ രാവിലെ 2 ട്രേഡ് എടുത്തു, അതിലൊന്ന് SL ഹിറ്റായി, അത് തിരിച്ചെടുത്തു, അതിൽ പ്രോഫിറ്റായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബാങ്ക് നിഫ്റ്റിയിലൊരു മൂവ്മെൻറ്റ് കണ്ട് ഒരു ട്രേഡ് എടുത്തത്. പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പക്ഷേ എന്നാലും കംപ്ലീറ്റ് സെൻറ്റിമെൻറ്റ്സും അപ്പ് സൈഡിലേക്ക് തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കാൾ സൈഡ് തന്നെ പിടിച്ചു നിന്നു. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ റീ എൻട്രി ആണ് ഒരു പോസിബിൾ ആയിട്ടുള്ളത്. റീ എൻട്രി എടുത്തു. പക്ഷേ അതെല്ലാം ഈ 30 പോയിൻറ്റിനകത്ത് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ആവുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് എന്താണ് വിചാരിക്കുക? ഈ ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും. നോക്കൂ, 1 അവർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കൂ, ഒരു ബുള്ളിഷ് ക്യാൻഡിലല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ കൂടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ നമ്മൾ ഇതിനെന്താണ് വായിക്കുക? മോർണിംഗ് സ്റ്റാർ ആയിട്ടല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് സംഭവിച്ചത്? ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വെച്ചു, ഇവിടെയും ബുള്ളിഷ് ക്യാൻഡിൽ വെച്ചു. പക്ഷേ ഈ ബുള്ളിഷ് ക്യാൻഡിൽ വെക്കുമ്പോഴെല്ലാം 30 പോയിൻ്റ് താഴെ വരും. അപ്പോൾ പിന്നെ ട്രേഡ് എടുത്തിട്ട് വല്ല കാര്യവുമുണ്ടോ? അവസാനം എല്ലാവരെയും തളർത്തി ഒരു ഗംഭീര റാലിയാണ് നടത്തി ബാങ്ക് നിഫ്റ്റിയും. ഇതാണിന്ന് സംഭവിച്ചത്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റിൽ ഇത്തരം പെട്ടെന്ന് ഒരു 2 മണിക്ക് ശേഷമുള്ള റാലിക്കൊരു കാരണമുണ്ട്. നേരത്തെ 12 മണിക്ക് തന്നെ ന്യൂസ് വന്നു, റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം വിൻഡ് ഫാൾ ടാക്സ് എന്നൊരു ടാക്സ് ഉണ്ടല്ലോ, അതായത് സ്വന്തമായ അധ്വാനത്തിലൂടെ സമ്പാദിക്കാതെ പെട്ടെന്ന്, അതായത് ആകസ്മികമായിട്ട് വരുമാനം കൂടുന്ന ആ ഒരു മേഖലയെ വിൻഡ് ഫാൾ ടാക്സ് ചുമത്തും ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ അത് ഇന്ന് ഗവൺമെൻറ് എടുത്ത് കളഞ്ഞു, റിമൂവ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ റിലയൻസ് ആ സമയത്ത് നോക്കിയപ്പോൾ 2901 മുതൽ 2906 വരെ ഇങ്ങനെ കടന്ന് റണ്ണിങ് ആയിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഇവിടെ നോക്കൂ, ഈ ഏരിയയിലാണ്, ഈ സമയത്താണ് ന്യൂസ് വന്നത്. ഈ സമയത്ത് ന്യൂസ് വന്നു നേരെ താഴെ വന്നു. അതിനുശേഷം ഇവിടെ ഒരു കൺസോൾട്ടേഷനിലായിരുന്നു. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? ഈ ഇത്രയും വലിയൊരു ന്യൂസ് 1 അവറിലാണ്
ഇവിടെ നോക്കൂ, ഇതിൻ്റെ ലോ വന്ന് 2896, ഹൈ 2905. ഈ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു ഈ റിലയൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ന്യൂസ് വന്ന സമയത്ത് നമ്മൾ ഇതിനെ എന്താണ് പ്രഡിക്റ്റ് ചെയ്യേണ്ടത്? റിലയൻസ് ന്യൂസ് വന്നാൽ മുകളിലേക്ക് വരേണ്ട റിലയൻസ് താഴേക്ക് പോകുന്നു. അപ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്യില്ല. പക്ഷേ അവസാനം ഇതേപോലെ തന്നെ എല്ലാവരും കബളിപ്പിച്ചുകൊണ്ട് 1:15 മണിക്ക് റിലയൻസ് കയറാൻ തുടങ്ങി. കൃത്യം 1:15 മണിക്ക് കയറാൻ തുടങ്ങി. പിന്നീട് 90 പോയിൻറ്റിൻ്റെ റാലിയാണെന്ന് റിലയൻസ് നടത്തിയത്. ഓക്കെ, അപ്പോൾ റിലയൻസിൻ്റെ തോളിലേറിയിട്ടാണ് ഇന്ന് നിഫ്റ്റി നല്ലൊരു റാലി നടത്തിയത്. ആൾ ടൈം ഹൈ ആണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 25,433 എന്ന സർവകാല റെക്കോർഡിലേക്ക് നിഫ്റ്റി എത്തിയിരിക്കുകയാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി 762 പോയിൻറ്റിൻ്റെ റാലിയും. ഏതായിരുന്നാലും നമുക്കിന്ന് വലിയ ഒരു പ്രോഫിറ്റൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ചില ആളുകൾക്കൊക്കെ അത് ലോസുമാണ്. കാരണം ഇത്തരത്തിൽ ഉച്ചവരെയുള്ള മാർക്കറ്റിൽ എന്തായാലും 2-3 ട്രേഡൊക്കെ എടുത്തിട്ടുണ്ടാവും, അത് ലോസാവും. അതാരായാലും സംഭവിച്ചു പോകുന്നതാണ്. നമുക്ക് 25,135 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു എൻട്രി ഇന്നലെ പറഞ്ഞത്. നമുക്കത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. കാരണം ആ നിഫ്റ്റിയുടെ പോക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് നമുക്ക് എൻട്രി ലഭിച്ചു. ഫസ്റ്റ് റെസിസ്റ്റൻസും സെക്കൻഡ് റെസിസ്റ്റൻസും കടന്ന് വളരെ, അതായത് ഇന്ന് പറഞ്ഞ 25,433 എന്ന ഹൈയിലേക്കാണ് പോയത്. അപ്പോൾ നമുക്ക് ഇനി ഈ എൻഡിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിലും ഇവിടെ നിന്ന് എൻട്രി എടുത്ത ആൾക്ക് ഒരേ പോക്ക് പോയാൽ എത്ര പോയിൻറ്റിൻ്റെ 200 പോയിൻ്റ് റാലി. ഓക്കെ, 200 പോയിൻ്റ് ഇവിടെ നിന്ന് എടുത്താൽ തന്നെ ഇന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നാളെ ഈ നിഫ്റ്റിയിൽ എന്താണ് സംഭവിക്കുക? നാളെ ഫ്രൈഡേ ആണ്, തിങ്കളാഴ്ച, അതുപോലെ മാർക്കറ്റ് ഹോളിഡേ ആണ്. സെറ്റിൽമെൻറ്റ് ഹോളിഡേ വിത്ത് മൺഡേ സെറ്റിൽമെൻറ്റ് ഹോളിഡേ പ്ലസ് മീലാദുൻ നബി, ഇത് രണ്ടും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൺഡേ ഹോളിഡേ ആയതുകൊണ്ട് നാളെ മിഡ് ക്യാപ് നിഫ്റ്റി, സെൻസെക്സ്, അതേപോലെ ബാങ്ക് എക്സ്, ഇത് മൂന്നിൻ്റെയും എക്സ്പയറി ആണ്. അപ്പോൾ ഇനി നാളത്തെ വോളട്ടിലിറ്റി അല്ലെങ്കിൽ സൈഡ് വേ പറയേണ്ട ആവശ്യമുണ്ടോ? പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നാളെയും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. മാത്രമല്ല ഇന്നത്തെ റാലിയിൽ നാളെ ഒരു പക്ഷേ മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയും. അതും ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നാളെ വെള്ളിയാഴ്ച പൊതുവേ നമുക്ക് ഭയങ്കര സങ്കടങ്ങൾ തരുന്ന ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് വളരെ സന്തോഷം നൽകിയൊരു ദിവസവുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയുന്നത് നാളെ ഇപ്പോൾ 1 hour ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ മുകളിലേക്ക് പോയി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നാലും നടക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് $25,200 താഴെ എൻട്രി എടുത്ത് വരാം. 25,200 താഴെ. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റിൽ 1 hour ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടാണ് ഇന്ന് ഹൈ വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ആ ഒരു സെൻറ്റിമെൻറ്റ്സിൽ പോകുമ്പോൾ ഈ ഒരു ലൈനിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് പോയി എന്ന് വേണം കരുതാൻ. ഓക്കെ, അല്ലാതെ ഇവിടെ ഇന്നൊരു ടെക്നിക്കൽ നടന്നിട്ടില്ല. ഒരു ടെക്നിക്കൽ അനാലിസിൻ്റെയും അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ സക്സസ്സുമല്ല ഇവിടെ നടന്നത്. ഇന്ന് ന്യൂസ് ബേസ് തന്നെയാണ് ഇന്ന് പോയിരിക്കുന്നത്. മാത്രമല്ല US ഫെഡ് ബാങ്ക് 0.25% പലിശ കുറയ്ക്കുമെന്നുള്ളൊരു ന്യൂസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ വിദേശ നിക്ഷേപകർ നല്ലോണം നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങി കളിച്ചു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ 25,200 താഴെ പുട്ട് സൈഡിലേക്കും 25,433 മുകളിൽ കാൾ സൈഡിലേക്ക് നിങ്ങൾക്ക് നാളെ വാച്ച് ചെയ്യാവുന്നതാണ് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇന്നലെ പറഞ്ഞ രൂപത്തിൽ ഈ ക്യാൻഡിലിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വന്നാൽ തന്നെ നോക്കൂ, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിനെ ഇന്നലെ, അതായത് ഇവിടെയുള്ള 2 ദിവസത്തെ ഒരു ദിവസത്തെ ക്യാൻഡിലിനെ ഒഴിവാക്കിക്കൊണ്ട് പിടിച്ചാൽ ഇന്ന് ഇതേപോലെ ഒരു ഫേക്ക് ബ്രേക്കൗട്ട് ഇന്നും നടന്നിട്ടുണ്ട്. ക്രോസ് ആൻഡ് ക്ലോസ് ആണ് ചെയ്തിരിക്കുന്നത്. ഫേക്ക് ബ്രേക്കൗട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ന്യൂസ് ബേസ് ആയതുകൊണ്ട് നമുക്ക് ഫേക്ക് ബ്രേക്കൗട്ട് എന്ന് പറയാനും പറ്റും. അതുകൊണ്ട് നാളെ ഈ ലൈന് താഴേക്ക് വരികയാണെങ്കിൽ, ലൈൻ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നാളെ താഴേക്ക് തന്നെ വരും. നോക്കൂ, കറക്റ്റല്ലേ? 1 അവർ ടൈം ഫ്രെയിമിൽ ഇതിനെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ട്രെൻഡ് ലൈനിനെയും ടച്ച് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഈ ഒരു ലൈനിൻ്റെ റെസ്പെക്റ്റ് ചെയ്ത് റെസിസ്റ്റൻസ് ആക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇതിന് ഈ ഒരു ട്രെൻഡ് ലൈന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം. ഇതിന് താഴെയാണ് നമുക്ക് എൻട്രി പാടുള്ളൂ. 51,420 താഴെ, 51,420 താഴെ പുട്ട് സൈഡിലേക്ക് എൻട്രി എടുത്ത് വരാം. കാൾ സൈഡിലേക്കാണെങ്കിൽ 51,880 മുകളിൽ. അപ്പ് സൈഡിലേക്കും എടുത്തു പോവുക. താഴേക്ക് നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് 51,420 എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് 50,980. അവിടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് താഴെ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, 50,790. ഓക്കെ, അതിനും താഴെ വരികയാണെങ്കിൽ ഈ ഭാഗത്ത് ശ്രദ്ധിച്ചാൽ മതി, 50,460. അതുവരെയൊന്നും വരണമെന്നില്ല, ഇതുവരെ വന്നാൽ തന്നെ നല്ല പ്രോഫിറ്റായി. ഓക്കെ, മുകളിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ വാച്ച് ചെയ്യാം, 52,180 വരെ. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഈ തരത്തിൽ നാളേക്കുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നടത്താവുന്നതാണ്.
നമ്മൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ ലെവലുകൾ ഒന്ന് പരിശോധിക്കണ്ടേ? 51,385 മുകളിലാണ് എൻട്രി പറഞ്ഞത്. നമുക്ക് 51,385 മുകളിൽ എൻട്രി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസിന് മുകളിൽ തൊട്ട് താഴെയായിട്ടാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തത്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസിന് തൊട്ട് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തത്. ശേഷം നമ്മളൊരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുത്ത് പോകാൻ കഴിഞ്ഞു. അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എൻട്രി ലഭിച്ചു. ഇതുവരെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 300 പോയിൻറ്റിൻ്റെ റാലി സുഖസുന്ദരമായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും കാണുമ്പോൾ, എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു രീതി പിന്തുടരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം നല്ല പ്രോഫിറ്റ് ഇതുപോലെ ലഭിക്കും. ഓക്കെ, ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രയാങ്കിൾ ബ്രേക്കൗട്ട് ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ 23,650 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റിയിൽ കുറച്ച് നേരത്തെ കിട്ടി. അതാണ് ഈ ഒരു ക്യാൻഡിൽ തന്നെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു റീടെസ്റ്റിന് വേണ്ടി കാത്തുനിന്നു. ഇവിടെ നിന്ന് എൻട്രി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, നല്ല റാലിയാണ് കിട്ടിയിരിക്കുന്നത്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങൾ ഒരിക്കലും നമ്മൾ മിസ്സാക്കരുത്. 300 പോയിൻ്റ് അയ്യോ ഫിൻ നിഫ്റ്റിയിൽ. ഓക്കെ, ആരെങ്കിലും ആ ഭാഗ്യശാലി ഉണ്ടോ എന്തോ, നല്ലവണ്ണം പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. കാരണം നേരത്തെ ബ്രേക്കൗട്ട് തന്നു നമ്മുടെ 23,650 എന്നുള്ള ലെവൽ. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ എൻട്രി എടുത്ത് പോകാൻ പറ്റി. അതായത് ഒരു ഹ്യൂജ് റാലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എൻട്രി എടുത്ത് പോകാൻ പറ്റി. അതുകൊണ്ട് തന്നെ നല്ല പ്രോഫിറ്റിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി നാളേക്ക് ബാങ്ക് നിഫ്റ്റി താഴേക്ക് വന്നാൽ പിൻ നിഫ്റ്റിയും താഴേക്ക് വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കിതിലൊരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ പറയാം. താഴെ വരികയാണെങ്കിൽ നാളെ ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിന് താഴെയാണ് എൻട്രി ഉള്ളൂ. ഇതിന് താഴെ തന്നെയാണ് നമുക്ക് എൻട്രി ഉള്ളൂ, 23,550 താഴെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാച്ച് ചെയ്യുക. ഈ ഒരു സിംഗിൽ നിന്ന് 23,740 താഴെ ഒന്ന് വാച്ച് ചെയ്യാം. അതിന് താഴെ നിങ്ങൾക്ക് എൻട്രി ലഭിക്കുകയാണെങ്കിൽ ഇതുവരെ, അതായത് 23,540 വരെ, 550 വരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു 23,994 24,000 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കും എടുത്ത് പോകാം. മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 74,065 ആയിരിക്കും. ഓക്കെ, അതുവരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഫിൻ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രേഡിംഗ് സെറ്റപ്പ് നടത്താം. അടുത്തത് മിഡ് ക്യാപ് നിഫ്റ്റിയാണ്. മിഡ് ക്യാപ് നിഫ്റ്റി ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇന്ന് ഏകദേശം അതിനടുത്ത് പോയിട്ടാണ് നേരെ ചെറിയൊരു ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്, റെഡ് ക്യാൻഡിൽ. ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി താഴേക്ക് വരാം.
അതല്ലെങ്കിൽ ഇതിന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്ത് പോകാം. 13,260 മുകളിൽ പോവുകയാണെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ മുകളിലേക്ക് എടുത്ത് പോകാം. നിങ്ങൾക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ 13,290 മുകളിൽ എൻട്രി ലഭിക്കുകയാണെങ്കിൽ 13,335 ഫസ്റ്റ് റെസിസ്റ്റൻസ്. നിങ്ങൾക്കതുവരെ വാച്ച് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് താഴേക്കാണ് നാളെ വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എൻട്രി എടുത്ത് പോകാം. 13,230 താഴെ ഡൗൺ സൈഡിലേക്കും നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഒരു സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും 13,170, ഏകദേശം ഒരു 60 പോയിൻറ്റിൻ്റെ മാറ്റം. അതിന് താഴെ വരികയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആക്ട് ചെയ്യും 13,140. ഓക്കെ, അപ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രേഡിംഗ് സെറ്റപ്പ് നടത്താവുന്നതാണ്. ഈ 4 ഇൻഡെക്സുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. കറക്റ്റായി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് പ്രോപ്പറായ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇന്ന് കിട്ടിയതുപോലെയുള്ള നല്ല അസുലഭ നിമിഷങ്ങൾ കിട്ടുമ്പോൾ പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സന്തോഷിക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.